സന്ധിക്കാമലെ ഉണക്ക് താൻ ഉണക്ക് താൻ. താടി വെച്ച ആമ്പിള്ളേരെയാണോ ഇഷ്ടം, താടി ഇല്ലാത്ത ആമ്പിള്ളേരെയാണോ ഇഷ്ടം? താടി വേണം. ആ താടി. ആ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. താഴെ ഇറങ്ങലാമാ. എന്തോ റൊമാൻസോ? നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നടക്കാങ്ങോട്ട് വാ. എന്നെ സ്നേഹിച്ചവരൊക്കെ എന്നെ ഇട്ടേച്ച് പോയിട്ടേ ഉള്ളൂ തന്നെ. ആൻമോൾ സിംഗിൾ ആണോ? ഹലോ സ്നേഹമുള്ളതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഇവിടെ രണ്ടെണ്ണം കള്ളന്മാരുണ്ട്. പീഡി എന്ന് പറഞ്ഞിട്ട് വണ്ടി സീസ് ചെയ്യാൻ. ഓ അറിയാം ബ്രോ, അറിയാം അറിയാം. തന്നെ വണ്ടി കയറി, തന്നെ വണ്ടി കയറി. സന്ധിക്കാമലെ ഉണക്ക് താൻ ഉണക്ക് താൻ. ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. വാ വന്ന് വണ്ടി കയറി തന്നെ. കണ്ണാ കണ്ണാ. യെസ്. ആ സ്റ്റിക്കർ വറക്കി. ഏത് സ്റ്റിക്കർ? ആ മൂക്കിന്റെ താഴെയുള്ള സ്റ്റിക്കർ. സ്റ്റിക്കറല്ല, മീശയുടെ തന്നെ. മീശ ആമ്പിള്ളേർക്കല്ലേ മീശ ഇടുന്നേ. നല്ല സ്റ്റിക്കറാ. തനിക്ക് താടി വെച്ച ആമ്പിള്ളേരെയാണോ ഇഷ്ടം, താടി ഇല്ലാത്ത ആമ്പിള്ളേരാണോ ഇഷ്ടം? താടി വെച്ച പെമ്പിള്ളേര്. താടി വെച്ച ആമ്പിള്ളേരെയാണോ ഇഷ്ടം, താടി ഇല്ലാത്ത ആമ്പിള്ളേരെയാണോ ഇഷ്ടം? ബേസിക്കലി താടി വേണം. താടി. ആ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ലിറ്റിൽ താടി വരുന്നില്ലേ? ആ എന്ന് വെച്ചാ മറ്റേ കട്ടത്താടി വേണ്ട, റോക്കി ബായ്. അപ്പൊ റോക്കി ബായ് പ്രപ്പോസ് കഴിഞ്ഞാ റിജക്ട് പണ്ണും തന്നെ. താടി ഇഷ്ടമല്ല, കട്ടത്താടി ഇഷ്ടമല്ല. അത് റോക്കി ബായ് ഇഷ്ടമല്ല. അപ്പം റോക്കി ബായ്ക്ക് കട്ടത്താടി ഇല്ലേ? കൊട്ടത്തോടി ഉണ്ട്. ചാവൂല, ധൈര്യമായിട്ട്. അപ്പൊ റോക്കി ബായ് ഇഷ്ടമല്ല. ഓ അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ. ഹായ്, ഇടയ്ക്ക് മലയാളം വന്നല്ലോ. ചൊറിയും. പിന്നെ തമിഴ് ചൊറിയുന്നതിന് എങ്ങനെ ചൊറിയുന്നതിന് ഇതാ. ഒരു നാള് മതി മീശ വരാൻ. ഞാൻ ഡെയിലി ക്ലീൻ ഷേവിങ് ഡെയിലി. നമ്മുടെ പിള്ളേരൊക്കെ എവിടെ? ഹലോ, എവിടെ? അവിടെ എന്താ പരിപാടി? കഷ്ടം കഷ്ടം. കിങ്ങിണിച്ചാറടാ ഇറ്റാച്ചേ. ഇറ്റാച്ചേ എടാ, ഈ റേഡിയോയില് നമ്മളിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കട ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതാണ് ഭയങ്കര മോശമല്ലേടാ? മോശം പരിപാടി അല്ലേടാ? കണ്ണ ഓർമ്മയുണ്ട്. കണ്ണു ചേച്ചി അറക്കാൻ പറ്റുമോ? ഹലോ, സുഖം അല്ലെങ്കിൽ സൂചിപ്പിക്കുവാണേ. എന്തൊക്കെ അറിയണം സുഖം അല്ലേന്ന്? കൈ വെക്കടാ. നീ എന്തിനാ പെണ്ണിനെ ചവിട്ടിട്ടെ? എന്താണ്? ആ ഫ്രണ്ടായിരുന്നു. ചുമ്മാ എന്നെ കലിപ്പനാക്കല് തന്നെ. കേറ് കേറ്. ഏത് ഫ്രണ്ടാ അത്? ഞാനൊക്കെ എന്താണ് ഭയങ്കര ഫ്രീഡം കൊടുക്കുന്ന ആളാ. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാറ് പോലില്ല. ആ നല്ല കാര്യം. ഇപ്പൊ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. തനിക്കതൊന്നും പ്രശ്നമില്ലല്ലോ. ആ അതന്നെ തന്നെ. എനിക്ക് ലൈഫിൽ ഫ്രീഡം. ഏതോ ഒരു പൊണ്ണ് ഒക്കത്തിലിരുത്തിട്ട് ബൈക്കിൽ പുറത്ത് പാത്തിട്ടേൻ.
ആര്? ഞാൻ കണ്ണൻ. അത് കൊറേ നാൾ മുമ്പല്ലേ? ഇപ്പൊ ഇന്നിക്ക് 500 GP ചെയ്യുമ്പോ മന്തി ബ്രോ 100 രൂപ എന്നെ കൊണ്ടി. 100 രൂപയ്ക്ക് മന്തി കിട്ടുമോ? കായംകുളത്ത് കിട്ടും ഇവിടെ, എന്റെ വീടിന്റെ അടുത്തത്. 100 രൂപയ്ക്ക് മന്തി വാരിക്കോരി കൊടുക്കുന്നത്. ഹലോ ഹലോ ഒറ്റ ലൊക്കേഷൻ ചോദിച്ചോണ്ട് തന്നെ. ഹലോ ലൊക്കേഷൻ, ഇവിടെ ലൊക്കേഷൻ പറയണേ മോബിയെ. എവിടെ ലൊക്കേഷൻ പറ. എന്നാ മുതുക്കും എല്ലാരും വാ. സെയിം ആൾക്കാരെ കണ്ട് തന്നെ ജയായിരിക്കുക. മുതുക്കിന്ന് വിട്ട് തിരിച്ച് മുതുക്കി വരുമ്പോ തന്നെയാണ് പച്ചമുടി. ഇത് എന്നെ കണ്ട് കണ്ട് അല്ലല്ലേ പറഞ്ഞതാണ്. വേറെ പൊണ്ണൊന്നും വേണ്ട. തന്നെയാണ് റിയൽ നെയിം എന്താ എനിക്ക് അറിഞ്ഞൂടാ. പച്ചമുടി എവിടെ? എന്നോട് പച്ചമുടിയോ? ഇനി പുതിയ സിറ്റി വരുമ്പോ പുതു മനുഷ്യൻ, നോ പച്ചമുടി. പുതു മനുഷ്യൻ എവിടെ? പിങ്ങവിടെ എവിടാ? ഓക്കെ സന്ധിക്ക. അയ്യോ ക്ഷമിക്കണേ അറിയണേ. ആ വാട്ടർ ഡ്രിങ്ക് വെള്ളം. തന്നെ ഞാനൊരു സംഭവം കാണിച്ചു ചേർട്ടെ. ഒക്കെ ഉണ്ട് തന്നെ, വെയിറ്റ് ചെയ്യ്. தானே என்ன அக்செப்ட் பண்ணு. வெளியே இறங்கு தானே. அக்செப்ட் பண்ணு. ഒറ്റ പോരാ. ഞാനിപ്പോ വരാം. ഇതൊരു 10-20 ഇതില്ല. ചില്ലിക്കാടൊന്നും പോകുന്നില്ല. ഒരു സാധനം കാണിച്ചു തരാം. തനിക്ക് ലൈഫില് ഇനി ഒറ്റ മനുഷ്യർക്ക് അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. യെസ്, അതൊക്കെ കണ്ടോ? ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നോ തന്നെ ഞാൻ? കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം. അപ്പൊ എത്ര പേർക്ക് തെരിയത്? വണ്ടി അടിച്ചോണ്ട് തോന്നുന്നു. വണ്ടി അടിച്ചോണ്ട് വേടാ. താഴെ ഇറങ്ങലാമാ? എന്തോ റൊമാൻസോ? നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നടക്കാങ്ങോട്ട് വാ. ആരെ ഇറങ്ങലാമാന്ന് മറ്റേ സിനിമയിലൊക്കെ ചോദിക്കുന്ന പോലെ, ഷാറുഖ് ഖാന്റെ അടുത്ത് ദീപിക പതുക്കെ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത് താഴെ ഇറങ്ങലാമാന്ന്. പിന്നെ ഇറങ്ങും, മനുഷ്യന് നടുവെട്ടി പിടിക്കുന്നില്ലേ, നല്ല ഭാരമുണ്ട് എടുത്തോണ്ട് കിടക്കാൻ. ഓ സ്ലിം ഫിറ്റ്. എന്നെ കണ്ട എത്ര kg പറയും? 110. അതെന്ത്, ഞാനെന്ത് സോനപ്പടിയാ? എത്ര kg പറയും? എത്ര kg പറയും?
70, No, 81. 60, 81. okay. നീ എത്ര കെ ജി ഇருக்கு 47. എന്താ വീട്ടിലുള്ള കുഞ്ഞോ? എന്റെ അമ്മമ്മയ്ക്ക് ഉണ്ടല്ലോ ഇതിലും വെയിറ്റ്. 47 weight da, hello. ഓക്കെ സോറി, നോ ബോഡി ടു മീ. Is it okay? Bike എங்க? ബൈക്ക് കള്ളം കൊണ്ടുപോയി. ഇതാണ് പെണ്ണ് ജീവിതത്തിൽ ഒന്നുള്ള പ്രശ്നം. ഇതാണ് ബൈക്ക് കള്ളം കൊണ്ടുപോകും. പല സാധനങ്ങളും മിസ്സിങ് ആവും. ഷർട്ടില്ലേ 6 പാക്ക് ഇതാ പുതിയ ട്രെൻഡ്. 6 pack ഇല്ലേ? കുറെ ചില്ലിക്കാടും പഠിച്ചു വെച്ചിട്ടുണ്ട്. കണ്ട റിയൽ നെയിം ചോദിക്കും. ഞാൻ റിയൽ നെയിം മാത്രം കണ്ട ഫോൺ നമ്പർ അഡ്രസ്സോടെ ചോദിക്കാം. എന്തിനാ അത് മാത്രമായിട്ട് ചോദിച്ചെന്തിനായിരുന്നേ? പോടാ. അല്ല ആശേ, എടാ തങ്ക, ആശേടാ. ഹലോ ഇതാരാ? നോയായിരുന്നു. നോ സുഖാണോ? എത്ര നാളായി കണ്ടിട്ട്? എവിടായിരുന്നു നോവ? കാണാനില്ലല്ലോ. ഞാൻ കുറച്ച് തിരക്കൊക്കെ പോയടി. നമുക്ക് ഇത് കാണാം കേട്ടോ. ഹലോ, ഇത് ഫ്രണ്ട് ഗേൾഫ്രണ്ട്. ഗേൾ ആയിട്ടുള്ള ഫ്രണ്ട്. പേരെന്താ? ഹലോ, ധനലക്ഷ്മി. ഹലോ. ഫ്രണ്ടൊക്കെ അയ്യോ, ആ ഗേൾ ഫ്രണ്ട് അല്ല. ഇപ്പൊ നോയാണെ പോലും എന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അതുപോലത്തെ ഗേൾ ഫ്രണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെയാണോ? അത് തന്നെ. അതിന് ഞാൻ സമ്മതിക്കണ്ടേ അതിനെ. എനിക്ക് നോഹയുള്ളപ്പോ വേറൊരു പെണ്ണെ നോക്കാൻ പറ്റത്തില്ലെങ്കിലോ? അല്ലല്ല കമ്മിറ്റഡായി. ആരായിട്ട് നോഹ? മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ടായിരുന്നു ഇത്. അടസോറ് മാറിപ്പോയി. ആള് മാറിപ്പോട്ടെ എനിക്ക്. അയ്യോ, ആ നോയായിരുന്നല്ലേ? അയ്യോ നോ, ഞാൻ വിചാരിച്ചേ പണ്ട് വേറൊരു കൊച്ചുണ്ടായിരുന്നു, മറ്റേ ചെറിയ മുടിയുള്ള ആ നോയെന്ന് വിചാരിച്ചു. കഷ്ടം. ഇപ്പൊ പെണ്ണുപിടിയെ ഞാൻ ചോദിച്ചിട്ടായിരുന്നെങ്കിൽ. ഇനി നാളെ ന്യൂസ് മന്ദാരത്തിന് എത്തിക്കാം കേട്ടോ. എനിക്ക് ആളറിയാഞ്ഞിട്ടാണേ. കേട്ടാ? இப்பவே சொல்லிக்கோ மந்தார கிட்ட. ബാവാ കണ്ട, നീ എന്നെ വിட ഹൈറ്റാ ഇല്ല, നല്ല ഹൈറ്റാ ഇരിക്കേ. നന്നായിട്ട്. പക്ഷെ ധനലക്ഷ്മി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ പ്രേമിക്കരുത്, ഒരു പ്രശ്നമുണ്ട്. யாரு உன்னை പ്രേമിച്ചേ? என்ன பிரச்சனை? നീ എന്നെ പ്രേമിച്ചില്ലേ? അപ്പം ഇല്ല. പ്രശ്നം എന്നെ പ്രശ്നം சொல்லு. പ്രശ്നം എന്നെ പ്രേമിച്ചവരൊന്നും ഇപ്പൊ ഈ സിറ്റിയിലില്ല. இல்ல கண்ணனுக்கு ஏதாவது பிரச்சனையா? എനിക്കൊരു പ്രശ്നമില്ല. இல்ல ஏதாவது എന്നെ തേച്ചവരൊക്കെ എനിക്ക് ലുക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഇട്ടേച്ച്, എന്നെ സ്നേഹിച്ചവരൊക്കെ എന്നെ ഇട്ടേച്ച് പോയിട്ടേ ഉള്ളൂ തന്നെ. അതാ യാരും ഇല്ല കണ്ണാ. കുഴപ്പമില്ല തന്നെ. നല്ലൊരു ഉച്ചല്ലേ അത് കാണാൻ. സുന്ദരി. അല്ല. ഹലോ കുട്ടി, പേരെന്തായിരുന്നു? ജുവാനായിരുന്നു. കിയാരായിരുന്നോ? കിയാര മോളെ, നിനക്ക് ഇപ്പം ബോയ് ഫ്രണ്ട് ഉണ്ടോ? ആ ഡ്രേക്കന്റെ അല്ലേ? ഡ്രേക്കൻ വന്നില്ലേ? ആ ഓക്കെ. അതിനിപ്പോ എന്താ, നിനക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ആരെയും നോക്കുന്നത്? എനിക്ക് ഇഷ്ടമില്ലല്ലോ. നീ അപ്പടി കേൾക്കലാമാ?
ഇതിപ്പോ എനിക്ക് തമിഴൊന്നും പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല തമിഴൊന്നും പഠിക്കാൻ. മലയാളം പഠിക്കേ. ഞാൻ മലയാളം തന്നെ പേசுறேன். ഇതാണ് മലയാളം, ഇതേത് മലയാളം? എനിക്ക് തമിഴ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പോയെ പൊള്ളാച്ചി ബോർഡർ. പൊള്ളാച്ചി ബോർഡറോ? ഏത് പൊള്ളാച്ചി? ചൊറിയാൻ എന്ന് പറയുന്നത് ഏത് പൊള്ളാച്ചിയിലാ? തമിഴ് തമിഴ് ചൊറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്ത് തമിഴ് എന്ത് ഇംഗ്ലീഷ് എന്താ? അയ്യോ അങ്ങനല്ല, തമിഴിലെ ഇംഗ്ലീഷ് എന്താ? തമിഴിലെ ഇംഗ്ലീഷ് അല്ലല്ലോ, തമിഴിലെ മലയാളം എന്താ? അതല്ല, മലയാളത്തിലെ തമിഴ് എന്താ? തമിഴിലും അപ്പം ചൊറിയൻ എന്താ പറയുന്നത്? സൂര്യൻ 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 എന്താണ്? വണ്ടി സോറി വണ്ടിയില്ല ബ്രോ, വണ്ടിയില്ല. ഞാൻ പറയട്ടെ, ആ വന്ന ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, നല്ല ഉച്ച. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാലോ. എന്നല്ലേ തന്നെ? ആ അതൊക്കെ അവരുടെ പാസ്റ്റ് ആയിരിക്കില്ലേ? അങ്ങനെ. ആ ഞാനൊരു ചോദ്യം ചോദിക്കും, ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാ നന്നെ ഞാൻ നോക്കണോ വേണ്ടെന്ന് ആലോചിക്കാം. ഇതിലിപ്പോ പച്ച മലയാളം അല്ലേ വന്നത്? ഇപ്പൊ പച്ച മലയാളം അല്ലേ ഇതിന്റെ വായിന്ന് വന്നത്? നിനക്ക് എന്താ മലയാളത്തിൽ സംസാരിച്ചാ? നീ കുറച്ചേരം മലയാളത്തിൽ സംസാരിച്ചേ. പച്ച മലയാളത്തിന്റെ വായിന്ന് വരുമോ നോക്കാൻ വേണ്ടി എന്റെ അടവിറക്കിയാണി. നോക്കണ്ടേ, എടുത്തടിച്ചൊക്കെ പറഞ്ഞല്ലേ. ഇനി സംസാരിച്ചേ, മലയാളം സംസാരിച്ചേ. ഓ ഒറ്റ ഹലോ ഹലോ ഹലോ, കേക്കാവാ? നിനക്കപ്പൊ നല്ല രീതി മലയാളം അറിയാല്ലേ? നനക്കിന് ഇഷ്ടമാണോ നന? ഓ ശരി ശരി. ചാവണമല്ലോ ഇനി പ്രേമിക്കണമെങ്കിൽ നിന്നെ. ഞാൻ ഇതിന്റെ സുന്ദരി കൊച്ചിന് ഇന്ന് തന്നെ നിന്റെ കൺമുമ്പി വെച്ച് പ്രപ്പോസ് ചെയ്ത് സെറ്റാക്കുന്ന കാണണോ? എടീ കണ്ണം വിചാരിച്ചാലേ മണി 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 പോലെ ഇപ്പൊ പിള്ളേര് വീഴും ഇവിടെ. ഫോർ എക്സാമ്പിൾ വാ. ആൻ ഫ്രാങ്ക് ഒന്ന് വരുമോ? ആൻമോൾ സിംഗിൾ ആണോ? ആൻമോൾ സിംഗിൾ ആണോ? ആ ഓക്കെ. ആൻമോൾ ആ കാണുന്ന വ്യൂ കണ്ടോ? ആ കാണുന്ന വ്യൂ, നേരെ കാണുന്ന വ്യൂ, കപ്പൽ വ്യൂ. ആ അത് എങ്ങനെയുണ്ട്? ആ അടിപൊളി. ആ ആൻമോളെ, നമുക്കത് അത് ഇംഗ്ലീഷിൽ പറയണേ എങ്ങനെയായിരിക്കും പറയുന്നത്? ഐ ലവ് ദിസ് വ്യൂ എന്നല്ലേ പറയുന്നത്? ആ ഇനി അത് ദീ മാറ്റിട്ടൊന്ന് പറഞ്ഞേ. I love you. ആ ഐ ലവ് ഇറ്റ് ഐ ലവ് ഇറ്റ് ഐ ലവ് ഇറ്റ്. ഇത്ര ഉള്ളൊരു പെണ്ണ് കണ്ട, ഇത്ര ഉള്ളു കണ്ട, കണ്ടത്തെ പെണ്ണി. അതെന്താ പറയുക, ഈ ചില പിള്ളേരുണ്ട് കേട്ടോണ്ട് നിൽക്കും. അങ്ങനെയുള്ളവർക്ക് മനസ്സിലായോ നമ്മളോട് ഇഷ്ടമേ ഇല്ലെന്ന് അർത്ഥം. ഓടുന്നവരുടെ അർത്ഥം നാണമാ, നാണം. പ്രപ്പോസ് ഒന്നും ചെയ്യണ്ടായിരുന്നു, കുഴപ്പമില്ലേ? ധനിക്കുന്നേ അതെങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്നത്? ടൈം എടുക്കൂലേ തന്നെ? വരൂ 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 വരൂ. ആൻഫ്രാങ്ക് ചെയ്യും മോളെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചായ കുടിക്കാൻ പോവേ. ഒറ്റ മിനിറ്റ്. ഹലോ ഹലോ ഹലോ, കുട്ടിയുടെ പേരെന്താ? ഈ ആൻഫ്രാങ്കിന്റെ കൂടെ വയ്ക്കുന്നത് ഇത് അന്ന വീരപ്പനാണോ? ഡ്രസ് പറഞ്ഞിട്ട് മനസ്സിലായില്ലടി. എടാ ഞാൻ പറയട്ടെ, ഈ ജൂഡും മറ്റില്ലേ ആൻഫ്രാങ്കും വേർപെട്ടോടാ? എടി എടി ജൂഡ് നീ വേർപെട്ടോടി? വേർപെട്ടെന്നാ തോന്നുന്നു, ഉറപ്പായിട്ടില്ല. ജൂഡിനെ കണ്ടിട്ട് കൊറേ ദിവസമായി. ജൂഡ് വന്നാലല്ലേ അറിയത്തുള്ളൂ ഇതിപ്പോ എന്തുവാന്ന്. ഹായ് ബ്രോ. എല്ലാരും പറയുന്ന ജൂഡിനെ എന്നെ ഇഷ്ടമല്ല. ഞാൻ എവിടാടാ എന്റെ ഓണറബിൾ എത്തിയല്ലോടാ? ഹലോ, എന്റെ ഓണറബിൾ എത്തി. നീല് വന്ന ഉടുക്കാൻ ഞാൻ വെച്ചേക്കോളെ, നീല് വന്നില്ല. ഒന്നായിരുന്നെങ്കിൽ എന്റെ ഗേൾ
എന്റെ ഫ്രണ്ട് എന്താടാ ഇവിടെ ഫ്രണ്ട് പച്ചമുടി പച്ചമുടി അത് അന്നയുടെ കൂടെ പോയി അന്ന ആ. അന്ന പക്ഷെ ആൻ ഫ്രാങ്കിന്റെ അടുത്ത് പറയണേ ഐ ലവ് യു എന്ന്. ഞാൻ അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ ആശേ? എനിക്കറിയാവോ നീ പറയുമെന്ന്. ഓ, ആശേ, അത് കൊള്ളാം. ആശേ മറ്റേ സാധനം എടുത്തിട്ട് വരാം ഓർഡർ പോരാവേ. ഒരു സെക്കൻഡ് എന്റെ ഉണ്ടത് ഇതല്ലേ? കണ്ണ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഒരു താല്പര്യമില്ല. പക്ഷേ അത്രേ ഉള്ളടാ. മറ്റേത് ഇപ്പൊ തഗ് ബീജം വിടും. പക്ഷേ അത്രേ ഉള്ളടാ. പെണ്ണ് വേണമെന്നൊന്നും ഇല്ലടാ ജീവിക്കാൻ ഈ തങ്ങനെ. ആ പുറകെ നിൽക്കുന്നല്ലേ അന്ന ഒരു ഫോട്ടോഗ്രാഫറിനെ കിട്ടിയപ്പോ നമ്മൾ ഇട്ടിട്ട് പോയടാ. ചിരിക്കല്ലേടാ കണ്ണ 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 ബസ് കണ്ടക്ടറിനും ഫോട്ടോഗ്രാഫറിനും ഒക്കെയാണ് ഇപ്പൊ ഇത് പോയിട്ടാ കൊണ്ടുപോയിട്ടാ. അത് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേരെന്താടി ഇപ്പം നിന്റെ? ആ അല്ല ആശിനെ കണ്ണയ്ക്ക് വന്ന കണ്ണ ആ പറ. കണ്ണയ്ക്ക് വന്ന കണ്ണ യെസ്. അതങ്ങനെയല്ല കണ്ണ, എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല. ആണോ? പിന്നെ ആയിട്ടില്ലല്ലോ. ഓ ആയിട്ടില്ല. അങ്ങനെ കഴിവ് കേട്ടവൻ. എടാ 2 ദിവസമല്ലേ പരിചയപ്പെട്ടിട്ട് ഇതിന്റെ ഇടയ്ക്ക് ധനലക്ഷ്മിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. ധനലക്ഷ്മിയോ? ധനലക്ഷ്മി എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, മനസ്സിലായ? അവളെയൊക്കെ ആരെങ്കിലും നോക്കുവോ? പാട്ടിടാ. അത്രേ ഉള്ളു കണ്ണ, അത്രേ ഉള്ളു കണ്ണ. അത്രേ ഉള്ളു. ഇവളുമാരുടെയൊക്കെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാലോ ആരാണ്ടാണെന്നുണ്ട് ഉള്ളക്ക് വിചാരം. ആരണ്ടാന്ന് തലേ കയറി നിരങ്ങുക ഇവളുമാരൊക്കെ. ഇന്നലെ ഞാൻ പോലീസായും തങ്കനായും വരുവാ. ഞാനാണ്ടാ തങ്കൻ. എടാ ഞാൻ ഒരു കാര്യം പറയാം. ഞാനാ തങ്കൻ. അല്ലയാ, നമ്മള് ഈ സിറ്റിയില് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഒരാളെ പറ്റി നമ്മൾ എന്ന് ചോദിക്കുന്നു റാൻഡം ആയിട്ട് ആൾക്കാരോട്. ഇന്നലെ എന്റെ പേരായിരുന്നു ഇത്. നമുക്ക് രായണ്ണന്റെ പേര് യൂസ് ചെയ്യാം. നിനക്ക് രായണ്ണനെ അറിയാമെന്ന് ചോദിക്കുന്നു. ആ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആരാ രായണ്ണൻ നമ്മളവിടെ നിന്നും കാണിച്ചു കൊടുക്കുന്നു. എങ്ങനെ കാണിച്ചു കൊടുക്കും? അളിയ ആശേ നിനക്കറിയോ ഇന്നലെ ഒരു 50 പേരുടെ കണ്ണാപ്പിനെ അറിയാമെന്ന് ചോദിച്ചു. അളിയാ ആശ ഇന്ന് നീ മെയിൻ. അളിയാ നീ മെയിൻ അളിയാ. അടുത്ത് ബോബോയ് അറിയാൻ ചോദിച്ചാ. ബോബോയ് അറിയാൻ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ട് വാ. അളിയാ അറിയാതെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ബീച്ച് വിടണേ. ഇല്ല ഭാഗിട്ടാ മതി കേട്ടോ. ഒന്നിടോ ബീജ ഏതാന്നിടോ? കത്തി 30, 50 കാർഡ് എടുത്ത് 50 100 ഇട്ടാണ്. 50, 80 ആയുസിൽ 500 ഇട്ടാ കത്തുന്ന കാർഡ്. അയ്യോ മണിയൻ ഓറാന്നൊന്നും പറയല്ലേ. പിന്നെ കാർഡ് കത്തിപ്പോയത് മണിയന്റെ ഓറയാണല്ലോ. Playing from desktop NHKD Arcade M. സിറ്റി 100 രൂപയുണ്ട് കേട്ടാ. ഇതെന്താ ഡിപ്പർ സൈഡ് വർക്കാവുന്നില്ലല്ലോ. ഇതെന്താ ഡിസ്പ്ലേ ആണോ നിങ്ങക്ക്? ഇതെന്താ ഇതെന്താണ്? ഇതൊന്നും വർക്കാവുന്നില്ലടാ എനിക്ക്. എന്റെ PC ബൈ
എന്റെ പൊന്നോ. ഇതെന്താടാ ഇതെന്താ അണ്ണാണ്ട എനിക്ക് ഒന്നും വർക്കാവുന്നില്ല സ്ക്രീനിലുള്ള. റീസ്റ്റാർട്ട് ചെയ്യില്ല, റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് വിൻഡോസിന്റെ. എൻ്റെ വിൻഡോസ് ട്രാൻസ്ലൂസിന്റെ FB കയറ്റിയപ്പോഴത്തേക്ക് ഇതായി പോയായിരുന്നു. എടാ ഇത് ടാസ്ക് ബാർ എടുക്കാനുള്ള എന്തെങ്കിലും പറഞ്ഞെടാ ആരെങ്കിലും? ഇല്ല വിൻഡോസിന്റെ ഇഷ്യൂ കറാച്ചി ആണോ? കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ് അടിച്ച് ടാസ്ക് ബാർ ഉണ്ട്. ഇതേ ടാസ്ക് ബാർ അപ്പുറത്ത് കിടക്കും, അപ്പുറത്തെ സൈഡില്. ആടാ 5 ഓപ്പൺ ക്ലോസ് ആയാൽ തീരാന്ന പ്രശ്നമാണ്. ഇത് 5 എടുക്കുമ്പോഴേ ഒരുമാതിരി പ്രശ്നം തീരും. റീഫ്രഷ് എങ്ങനെയാണോ ചെയ്യുന്നത്? ഇതെങ്ങനെ സെറ്റ് ചെയ്യാനെന്ന് പറ. കൺട്രോൾ ഷിഫ്റ്റ് B ഒന്നും നടന്നില്ല. ഇതെന്തൊരു പ്രശ്നമാടാ. ഓൾട്ട് F4 ഓൾട്ട് F4 അടിക്കാം. റെഡിയായി റെഡി. ഇനി ഓൾട്ട് F4 ഉണ്ട്. ഇനി കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ്. ഇതെന്താടാ ഇത്? ഇപ്പൊ ഓൾട്ട് F4 വർക്കാവുന്നില്ല കേട്ടോ. വിൻഡോസ് വിൻഡോസ് കൺട്രോൾ ഷിഫ്റ്റ് ഇതെന്താ എല്ലാം മിന്നുന്നടാ കടന്ന്. ഇത് മോണിറ്റർ ഡിസേബിൾ ആണ്. ഇത് ടാസ്ക് ബാർ ഇത് വിൻഡോസ് എററാണ്, മനസ്സിലായ? ഇത് വിൻഡോസ് എററാണ്. ഇല്ല ഇത് എനിക്ക് അല്ലടാ, എൻ്റെ അടുത്ത് വിൻഡോസ് മാറ്റിത്തരാന്ന് പറഞ്ഞാണ്. ഞാനാണ് ഡിലേ ആക്കിയത്. മാറ്റിയാൽ മതിയായിരുന്നു. ഇറ്റ് ഈസ് ഇതെന്തൊരു കഷ്ടമാന്ന് പറ. ഇതെന്ത് ഇഷ്യൂ എന്നൊരു പിടുത്തം. ഇത് ഇഷ്യൂ സംഭവം പറഞ്ഞ ഇത് നല്ല രീതിയിൽ ചെയ്തൊരു ഇതായിരുന്നു, വിൻഡോസ് ആയിരുന്നു. ഇതില് മറ്റേ സക്കീർ മറ്റേ അടിപൊളിയാക്കിയിട്ട് ട്രാൻസ്ലൂസൻ TV എടുത്തിട്ട് അപ്പോൾ വിൻഡോസിൽ എറർ വന്നു. അത് അന്ന് തൊട്ട് എറർ കിടക്കുവാണ്. എന്നുവെച്ചാൽ PC എടുക്കുന്നതിന് PC ഇതാക്കുന്നതെന്ന്. സക്കീറിന്റെ കുറച്ച് പരിപാടി ആയിരുന്നു ഇത്. ഇത് ഗ്രാഫിക്സ് കാർഡോട്ടൊന്നൊരു ബന്ധമില്ലടാ ഗൈസ്. നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ ഇത്? കണ്ട ഇത് കണ്ട ഒരു സ്വിച്ചും വർക്കാവുന്നില്ല. ഒരു സ്വിച്ച് കണ്ട ഇത് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കാനും പറ്റുന്നില്ല. കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ്.
ആടാ റെഡിയാടാ എടാ റെഡിയാടാ എടാ ആരാടാന്ന് പറഞ്ഞത് എടാ കപ്പക്കുഴി എടേ കുട്ടാടേ എടാ വിഷയടാ നീ വിഷയടാ ഓനെ വിഷയടാ നീ വിഷയടാ ഞാൻ പറഞ്ഞില്ലേടാ അടിച്ച് നിന്നെ ആ പാമ്പിടിച്ച് ഇറക്കാൻ പറഞ്ഞതുകൊണ്ട് വല്ല കിട്ടി വിഷയടാ കുട്ടാ വിഷയടാ ഹലോ ആ ചെയ്യാറുണ്ടല്ലോ ആ കൊടുക്കാറുണ്ട് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് ഉറപ്പാ ഞാൻ കൊടുത്തില്ല ഞാൻ അത് വന്നിട്ട് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചില്ല ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നാ ഓക്കെ സ്പോട്ട് അസിസ്റ്റൻസ് ആണ് എനിക്ക് മനസ്സിലായ സ്പോട്ട് അസിസ്റ്റൻസ് വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്താണ് കേട്ടാ പുള്ളിക്കാരൻ വിഷയമാണ് പുള്ളിക്കാരൻ പാതിരാത്രി പകല് ഇതൊന്നുമില്ല പുള്ളി എപ്പോൾ വിളിച്ചു ചോദിച്ചാലും എന്ത് വിഷയം ഉണ്ടെങ്കിലും പുള്ളി സ്പോട്ടി റെഡിയാക്കി തരും ആ ഒരു അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേസ് അത് നമുക്കൊരു ഫ്രണ്ടിനെ പോലും ഇങ്ങനെ നിൽക്കുക ഹരിശങ്കർ ബ്രോ കേസ് ഹരിശങ്കർ ബ്രോ വിളിച്ച സിറ്റിയിൽ നിങ്ങൾ നോക്കിയ കേസ് 193 ഇതേ ഉള്ളു കേട്ടോ ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ അല്ലേ കണ്ണൻ തിരിച്ചു വന്നടേ എല്ലാരും തിരിച്ചോ പോയവരൊക്കെ തിരിച്ചു വരുവരി എല്ലാവരും പോയട്ടോ എല്ലാവരും ആർപ്പി ഞാൻ പറഞ്ഞില്ല പണ്ടോട്ട് എനിക്കുള്ള ഒരു പ്രശ്നമാണ് ആർപ്പി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ 200 പേരൊക്കെ പോകും ഞാൻ ഏത് ഗെയിംസ് എപ്പോഴും കളിച്ചാലും എനിക്ക് കാണാനൊരു 500 പേരുണ്ട് അതാണ് എൻ്റെ എപ്പോഴും ഒരു ലോയൽ ആൾക്കാർ എപ്പോഴും അതാണ് എൻ്റെ അതാ ലോയാലിറ്റിയാണ് എന്തെങ്കിലും വേണോ കൺട്രോൾ പ്ലസ് വേറെ എന്തെങ്കിലും വേണോ കൺട്രോൾ പ്ലസ് എടാ നീയല്ലടാ ഞാൻ വലിച്ചൂരി എന്ന് തന്തേലാരി പറഞ്ഞവൻ ഞാൻ ലൈവ് നിർത്തി പോയപ്പോഴത്തേക്ക് കറണ്ട് പോയപ്പോഴത്തേക്ക് നീ അതല്ലേ നിന്റെ തങ്കൻ എന്താ കത്തിപ്പോയടേ ഞാൻ കണ്ട് ആ ഓണറബിൾ ഇട്ടപ്പോ കത്തിപ്പോയല്ലോടാ ഓണറബിള് ഇത് ആരോ അടുത്തുനിന്ന് എന്താണെന്ന് അറിഞ്ഞൂടല്ലയാ ഒരു ചെറിയ കത്തല് നീ എവിടെ ഉണ്ട് നീ എവിടെ ഞാനെന്താണ് കോൾ എടുക്കാത്ത You have reached an automated voice. ഹലോ ആശാ നീ എവിടെ ഉണ്ടാ ഞാൻ നീ കത്തിപ്പോടുത്തന്നെ ഇപ്പൊ ഉണ്ട് എടാ ഞാൻ പറഞ്ഞിട്ട് ധന എവിടെടാ ധന അറിയില്ല കേട്ടോ ആണോ ഞാൻ കണ്ടില്ല ബാലൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചേ നീ വിളിച്ചിട്ട് വന്നിട്ട് പോയി എങ്ങോട്ട് പോയി ഇല്ലല്ലോ കോൾ എടുക്കുന്നില്ലടാ വിളിച്ചിട്ട് നമ്പർ ഇല്ല 916 ആണോ 916 ധന എവിടെ ബാല ഇല്ല ചേട്ടാ കണ്ണാ ഞാൻ ബാലൻ കൂടെ ഇരിക്കേ ഓ അങ്ങനെ നമ്മളൊന്ന് പോയപ്പോഴത്തേക്ക് അങ്ങ് പോയല്ലേ അങ്ങ് അല്ലല്ല ഞാൻ വിചാരിച്ചേ ബാലൻ പറഞ്ഞു കണ്ണൻ ഇങ്ങ വരാങ്ക ഇങ്ങ വെയിറ്റ് பண்ண சொன்னாங்க അല്ല ഞാൻ ഇവിടെ മുതുക്കിലുണ്ട് മനസ്സിലായി ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കത്തിപ്പോകുമ്പോഴേ എനിക്ക് വേണ്ടി എഴുതിയിൽ എണ്ണ ഒഴിച്ച് കാത്തു വെക്കുന്ന ഒരു പെൺകുട്ടിയാണ്
ഇത് എഴുതിയില്ല ഇതിൽ എഴുതിയില്ല ഗ്യാസ് സ്റ്റവിൽ കണ്ണ തീ இல்ல വളർത്തുന്ന கண்ணா മതി. எண்ணெய் தீர்ந்து எண்ணெய் வாங்க போனேன் பாலன் கூட ഓക്കെ 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 கம்மிங் கம்மிங் ഓക്കെ ഓക്കെ കണ്ണന്റെ പെണ്ണ് കണ്ണന്റെ ആണ്. യാ യാ എന്താണ് ജൂഡിന്റെ പെണ്ണുമായിട്ട് എന്താണ് സംസാരം എടാ വെട്ടി പൂളിയുടെ മൂന്നെണ്ണത്തെ എവിടെ എന്താണ് ദർശന പുതിയ സ്വിച്ച് വരുമ്പോഴേ ഈ പൂ ഒരു ചെമ്പരത്തി പൂ വെക്കാൻ നോക്ക് കേട്ടോ നിനക്കതാണ് ഈ ചേരുന്നത് നിന്റെ പെണ്ണിനെ കൊണ്ട് പാടി പാടി നിനക്ക് അങ്ങനെ തന്നെ വേണം നിനക്ക് അത് തന്നെ വേണം ഹാസ്പിറ്റലിൽ എക്സിറ്റ് ആയാ ആ പോയി എടാ ധനലക്ഷ്മിനെ കൊണ്ട് ബാലൻ പോയിട്ടുണ്ട് കേട്ടോ അതിന് നിനക്ക് അങ്ങനെ തന്നെ വേണം നിനക്ക് അങ്ങനെ തന്നെ വേണം കോൾ എടുക്കുന്നില്ല കേട്ടോ അവള് ഹലോ ഹലോ അയ്യോ അയ്യോ എന്തുറ്റി എன்னாச்சு അയ്യോ ഹോസ്പിറ്റൽ പോണം കമ്മിങ് 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 എங்க இருக்கு ലൊക്കേഷൻ സെൻഡ് മീ മുതുക്ക് കമ്മിങ് 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 ചക്കശ്വാസം വലിക്കുന്നു അയ്യോ കമ്മിങ് കമ്മിങ് ആ ആ അവളുടെ ബോയ്ഫ്രണ്ട് എന്നല്ല വെച്ച് മനസ്സിലായോ മറിയം തേച്ചിട്ട് പോയടാ കേശി ആളാ തേച്ചിട്ട് എനിക്ക് സന്തോഷമായപ്പോ അയ്യോ വിഷമമായി പോയല്ലൂടെ ആർക്ക് എനിക്കടെ മറിയ ഇപ്പൊ സിംഗിൾ ആണോടെ ഇപ്പൊ സിംഗിൾ ആണോടെ അല്ലല്ല സിറ്റി വരുവാടാ അവള് വരുമ്പോ തിരക്കെന്ന് പറയണേ പറയാം 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 നമ്മുടെ ഒരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട്